സ്റ്റോപ്പില്ലാത്തടത്തു നിന്ന് കൈ കാണിച്ചപ്പോൾ ബസ് നിർത്തിയില്ലെന്ന് ആരോപിച്ച് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിലേക്ക് രാത്രി അജ്ഞാത സംഘം കല്ലെറിഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 9:20 ഒറ്റപ്പാലം ഷൊർണൂർ സംസ്ഥാന പാതയിലെ കല്ലേക്കാടിനും 2-ാം മൈലിനുമിടയിലുള്ള കുരിശാകുളത്താണ് സംഭവം. ഇതിനു പിന്നാലെ പാലക്കാട് ഗുരുവായൂർ പാതയിൽ മിന്നൽ പണിമുടക്ക് നടത്തി സ്വകാര്യ ബസ്സുകാർ. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയ രാജപ്രഭ ബസ്സിനു നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമണമുണ്ടായത്. പിൻവശത്തെ ചില്ല് തകർത്ത് കല്ല് ബസ്സിനുള്ളിലേക്ക് പതിച്ചെങ്കിലും യാത്രക്കാർ ഒഴിഞ്ഞുമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിൻവശത്തെ ഗ്ലാസ് പൂർണ്ണമായി തകർന്നു. കല്ല് ബസ്സിലേക്ക് പതിച്ചയുടൻ 3 പേർ ഓടിപ്പോയെന്ന് ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരും യാത്രക്കാരും പറഞ്ഞു. മറ്റൊരു വാഹനമെത്തിച്ചാണ് യാത്രക്കാരെ പാലക്കാട്ടെത്തിച്ചത്. സംഭവത്തിൽ ബസ് ജീവനക്കാരുടെ പരാതിയിൽ നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിന് പിന്നാലെ ബസ്സുകൾക്ക് നേരെ കല്ലേറ് പതിവാക്കുന്നുവെന്ന് ആരോപിച്ചാണ് മിന്നൽ പണിമുടക്കുമായി സ്വകാര്യ ബസ്സുകാർ രംഗത്ത് വന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ ഗുരുവായൂരിന്ന് പാലക്കാട്ടേക്ക് 9:30 ചായയിൽ എത്തണായിട്ട് ഒരു 10 മിനിറ്റ് മുന്നെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ കല്ലേക്കാട് ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2-ാം മൈലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു 4 യാത്രക്കാർ കൈ കാണിക്കുകയും അതേ തുടർന്ന് ബസ്സിൻ്റെ പുറകിലത്തെ ചില്ല് എറിഞ്ഞ് ഉടക്കുകയും ചെയ്തവർ. മുന്നിലത്തെ 2 ബസ്സുകൾ നിർത്താത്തതിൻ്റെ രോഷമോ അതോ മാരകമായ എന്തോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള എന്തോ പ്രശ്നങ്ങളാണോ എന്നറിയില്ല. അവർ ബാക്കിലത്തെ ഗ്ലാസ് കല്ലെടുത്തിട്ട് എറിഞ്ഞ് പൊട്ടിച്ചു. നമ്മുടെ വണ്ടി അവിടെ നിന്ന് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് പതുക്കനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൈ കാണിച്ചാൽ നിർത്താവുന്ന ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരതിന് മുന്നേ തന്നെ കയ്യിൽ കല്ലായിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 വണ്ടി നിർത്താണ്ട് പോയതിനുള്ള ദേഷ്യത്തിൽ അടുത്ത വണ്ടി പോകുമ്പോൾ കല്ലെറിയുന്നുള്ളൊരു കുറച്ച് തീരുമാനത്തോടെ നിൽക്കണ പോലെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കൈ കാണിച്ചിട്ട് ഒരു കല്ലെടുത്ത് എറിയുമ്പോഴേക്കും വണ്ടി അവിടെ നിന്ന് പാസ്സായി പോകും. അങ്ങനെയല്ല ഉണ്ടായുള്ളത്. ഒരു കല്ല് കയ്യിൽ പിടിച്ച് നിൽക്കുമായിരുന്നു. അവർ വന്നപ്പോൾ എറിഞ്ഞു. ഞങ്ങൾ ആദ്യം വിചാരിച്ച് വണ്ടി എയർ കുടുങ്ങിയിട്ട് പൊട്ടിയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളാദ്യം. പിന്നീടാണ് മനസ്സിലായത് ബാക്കിൽ വണ്ടിയിൽ വന്നിരുന്ന യാത്രക്കാർ വന്നു, നിങ്ങളുടെ വണ്ടിക്ക് കല്ലെറിഞ്ഞിട്ട് 4 ആൾക്കാർ അതേപോലെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ സംഭവം അറിയണത്. അപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരു സിമെൻറ്റിൻ്റെ കട്ട വെച്ചിട്ടാണ് അവർ എറിഞ്ഞുള്ളത്. ഒരു വലിയ കട്ട അത് എറിഞ്ഞിട്ട് ഗ്ലാസ് ഇൻ്റർലോക്കിൻ്റെ അതിപ്പോൾ ആ കഷ്ണം എറിഞ്ഞപ്പോൾ ഗ്ലാസ് പൊട്ടിയിട്ട് നേരെ പുറത്തേക്ക് പോയി, ഉള്ളിലേക്ക് വന്നില്ല. കാരണം ബാക്കിൽ നമ്മുടെ സീറ്റുകളുള്ള കാരണം സീറ്റിൽ തട്ടിയിട്ട് ബാക്കിലേക്ക് അത് അങ്ങോട്ട് തന്നെ പുറത്തേക്ക് തന്നെ തെറിച്ചു പോയി. യാത്രക്കാരുടെ മേലെ അടങ്ങ് നമ്മുടെ ആശുപത്രി കൊണ്ടുപോയിട്ട് അവരെ യാത്രക്കാർക്ക് ഒന്നും പറ്റാത്തതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അമ്മ പെങ്ങന്മാർ നമ്മുടെ ഒപ്പമുള്ള യാത്രക്കാരും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് വണ്ടിയിലുള്ളിൽ. ആർക്കും ഒന്നും പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ഗ്ലാസ്സിന് എറിഞ്ഞ കാരണം ഒന്നും പറ്റിയില്ല. ഫ്രണ്ട് ഗ്ലാസ്സിന് എറിയുകയാണെങ്കിൽ വണ്ടി ഭാഗികമായിട്ട് ഫുള്ളായിട്ട് തകർന്നു പോവുകയും യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായി ഉണ്ടാവും. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളൊരു പ്രശ്നം എന്തെങ്കിലും ആയി വണ്ടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കയറി അടിക്കുകയാണ്, ഇറങ്ങി ഓടുകയാണ് വണ്ടിയിൽ നിന്ന്. വേറെ രക്ഷയില്ല. പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പാലക്കാട് ഗുരുവായൂർ റൂട്ടിലെ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. അക്രമം നടത്തുന്നവരെ പോലീസ് പിടികൂടുന്നില്ലെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസ്സുകളാണ് രാവിലെ മുതൽ മിന്നൽ പണിമുടക്ക് നടത്തിയത്. ഇതോടെ യാത്രക്കാരും കഷ്ടത്തിലായി. സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസ് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ അവരെ വാഹനം നശിപ്പിക്കുന്നവരെ ഒരു നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കർശനമായിട്ട് തന്നെ അത്തരത്തിൽ കുറ്റം ചെയ്യുന്ന വ്യക്തികളെ കർശനമായ നടപടിയെടുക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായിട്ട് തന്നെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നും, ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെ ശ്രീനിവാസ എന്ന് പറയുന്ന ബസ്സിൻ്റെ പുറകിലുള്ള ഗ്ലാസ് കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുന്നതിനുള്ളിൽ വീണ്ടും ഒരു ബസ്സിൻ്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് പൊട്ടിക്കുന്ന സംവിധാനം. ആയിരക്കണക്കിന് രൂപയാണ് ആ മുതലിൻ്റെ സാഹചര്യത്തിൽ നഷ്ടപ്പെടുന്നത്. ഇന്ന് ബസ് മേഖല പൂർണ്ണമായിട്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. തൊഴിലാളികളുടെ തൊഴിൽ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോകുന്ന സമയത്ത് ഈ നടപടിയെടുക്കുന്ന സംവിധാനത്തിൽ സർക്കാരും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റും കർശനമായി നടപടിയെടുക്കണം. തൊഴിലാളികളെ തൊഴിൽ സംരക്ഷിക്കണം. മോട്ടോർ വെഹിക്കിൾ ആക്ട് നിയമപ്രകാരം തന്നെ ബസ് സംരക്ഷിക്കാനുള്ള സംവിധാനം വരെയുള്ള നടപടിയുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് പോകണം. ഇല്ലാത്ത പക്ഷം ശക്തമായിട്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് BMSഉം അതുപോലെ തന്നെ തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്. UTV ന്യൂസ് പാലക്കാട്.